നമസ്കാരം. ജോലിക്കൊപ്പം അഡീഷണൽ ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയാലോ? ഒരുപാട് വഴികളുണ്ട്. അതിൽ കുറച്ച് വഴികളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ജോലിക്കൊപ്പം എന്തിനു വരുമാനം? അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര ടഫാണ്. ഒരുപാട് വരുമാനം നമുക്ക് വേണം. അപ്പോൾ അതിൽ ജോലി കഴിഞ്ഞ് ഒരു 5 മണി കഴിഞ്ഞിട്ട് എന്തായാലും ഒരു 2 മണിക്കൂർ മുതൽ ഒരു 3 മണിക്കൂർ വരെ നിങ്ങൾക്ക് സമയം എപ്പോഴും കിട്ടും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ അവർ ഇപ്പോൾ 2-3 മണിക്കൂർ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. ആ മണിക്കൂർ നിങ്ങളുടെ ടൈം നിങ്ങൾ സെല്ല് ചെയ്തിട്ട് റവന്യൂ ഉണ്ടാക്കുക. അപ്പം ഈ കിട്ടുന്ന റവന്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലും ഒരു അസറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്കോ ഗോൾഡോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും കുറച്ച് തുക നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയൊരു എമൗണ്ട് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ജോലി ചെയ്ത് കിട്ടുന്ന പൈസ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് മറ്റുള്ള ചെലവുകൾക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം ഈ രണ്ട് സൈഡായിട്ട് വരുമാനം ഉണ്ടാക്കിയാലും അത് ടാക്സബിൾ ആണ്. നമ്മൾ അതിന് ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് മെത്തേഡ് എന്ന് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് നോക്കാം. ഒന്നാമത് ഫ്രീലാൻസിങ് ആണ്. ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് സ്കിൽ ഉണ്ടെങ്കിലും, എന്ത് സ്കിൽ ഉണ്ടെങ്കിൽ അതിന് ഫ്രീലാൻസ് ജോബ് അവൈലബിൾ ആണ്. എന്ത് ടൈപ്പ് സ്കിൽ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊക്കെ IT മേഖലയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഡെവലപ്മെന്റ് സൈഡ് ആണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ വന്നിട്ട് ഒരു 2-3-4 മണിക്കൂർ ഇരുന്നിട്ട് പണിയെടുക്കാം. അത് ഇനി ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് പോലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഒരു 3-4 മണിക്കൂർ കൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഇവൻ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി, ചായയും കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നല്ലതായിട്ട് ബസ് റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തൊട്ടടുത്ത കടകളിൽ കൊടുക്കാൻ പറ്റും. അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഫ്രീലാൻസിങ് ആയിട്ടുള്ള ജോലികൾ നമുക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ആമസോൺ, മീഷോ പോലുള്ള ഒരുപാട് കമ്പനികൾ, ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികളുണ്ട്, ഷോപ്പിംഗ് കമ്പനികൾ. ഈ കമ്പനികളുടെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടാം. എന്നിട്ട് ആരെങ്കിലും ലിങ്ക് ചോദിച്ചാൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യൂ എന്ന് പറയാം. എല്ലാവർക്കും ലിങ്ക് മാസമായിട്ട് അയച്ചു കൊടുക്കുക. ഓട്ടോമേഷൻ ടൂള് ഓൾമോസ്റ്റ് ഫേസ്ബുക്കിനകത്ത് തന്നെ ഉണ്ട്, മെറ്റക്കകത്ത് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലിങ്ക് എന്ന് ആരെങ്കിലും കമന്റ് ചെയ്താൽ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ അഫിലിയേറ്റ് ലിങ്ക് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുത്ത് ആൾക്കാർ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവർക്ക് ലിങ്ക് പോകും. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ സെർട്ടൈൻ ഒരു കമ്മീഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യും. ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ മീഷോന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല റവന്യൂ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ തന്നെ ഇതിനകം കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കംപ്ലീറ്റ് ഇത് തന്നെയാണ്. എല്ലാവരും ലിങ്ക് എന്ന് കമന്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുവഴി റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് നമ്പർ 3, യൂട്യൂബ് ഒരു കാലത്ത് ആരും ഉണ്ടായിരുന്നില്ല. യൂട്യൂബിലൊന്നും അധികം വീഡിയോ കാണാനോ ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഇപ്പൊ എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. യൂട്യൂബിനകത്തൊന്നും അധികം ഫോക്കസ് ചെയ്യുന്നില്ല. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇൻസ്റ്റാഗ്രാം പെട്ടെന്ന് വൈറലായി പോകും, പെട്ടെന്ന് വീഡിയോ നല്ല റീച്ച് കിട്ടും. അതുകൊണ്ട് ഇൻസ്റ്റയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരു വീഡിയോയിൽ നിന്ന് റവന്യൂ വേണമെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ യൂട്യൂബാണ്. യൂട്യൂബിനകത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മാന്യമായിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടും. നല്ല ടൈപ്പ് കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല വ്യൂസും കിട്ടും. ഇപ്പം ഡേ ടു ഡേ ലൈഫ് ലൈക്ക് വ്ളോഗ്സ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ ഫൈനാൻസ് ടോപ്പിക്, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഡീപ്പ് നോളജ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ സംവിധാനങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റിസ്ക് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയുള്ള എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ വ്യൂസ് വളരെ കുറഞ്ഞേ കിട്ടുള്ളൂ. അപ്പോൾ ഏത് ടോപ്പിക്ക് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് യൂട്യൂബ് ചെയ്യാം. അടുത്ത 4ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ്. നിങ്ങൾക്കറിയാം, ഞാനൊരു നെറ്റ് വാലെ പോലെയുള്ള ഒരു സൈറ്റ് ഉണ്ടാക്കിയിരുന്നു. ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ് മെയിൻ ആയിട്ട്. കുറേ നാളായിട്ട്, ഐ തിങ്ക് ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പാസീവ് ഇൻകം തരുന്ന ഒരു മോഡലാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്. പല ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷനാണ് ഓൺലൈൻ കൺസൾട്ടിങ്. പല വിഷയം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എക്സ്പെർട്ടൈസ് ആയിരിക്കും. ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സർവീസ് തന്നെ ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള സർവീസ്, എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഓൺലൈനിലൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈക്ക് ഒരു CSC സെന്റർ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കോമൺ സർവീസ് സെന്റർ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനടുത്ത് ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു റൂമും അതിനകത്ത് ഒരു ടേബിൾ, ഒരു കമ്പ്യൂട്ടറും, ഒരു UPS വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രിന്ററും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓൺലൈൻ സർവീസ് തുടങ്ങാൻ പറ്റും. അത്യാവശ്യം ഒരു 500-1000 രൂപ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റിംഗ് ആഡ് ചെയ്യാം, വിസ പരിപാടികൾ ചെയ്യാൻ പറ്റും. എല്ലാ പരിപാടികളും ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ബിൽ പേയ്മെന്റ്, പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയെങ്കിലും ഒരു ദിവസം 500 മുതൽ 1000 രൂപ വരെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഓൺലൈൻ കൺസൾട്ടിങ് എന്നുള്ള ഒരു ഏരിയയിൽ വരും. പിന്നെ ട്യൂട്ടറിങ്ങും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ എക്സ്പെർട്ടൈസ് ആണെങ്കിൽ അതിനെക്കുറിച്ച്
പഠിപ്പിക്കുക. എന്ത് കാര്യത്തിലും പലപ്പോഴും പറയുന്നതാണ്, ആട് വളർത്തൽ അറിയെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. കുക്കിംഗ് അറിയാം, കുക്കിംഗ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ബേക്കറി ഉണ്ടാക്കുന്ന ക്ലാസ് എടുക്കാം. കേക്ക് നിർമ്മാണം എത്രയോ പേര് ക്ലാസ് എടുത്തിട്ട് എത്രയോ എമൗണ്ട് ഏൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുപോലെ എന്ത് വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. കുട്ടികൾക്ക് ട്യൂഷൻ വേണമെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലൊരു മെത്തേഡാണ് സൈഡായിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 2 ടൈപ്പ് സാധനങ്ങളുള്ളത്. ഒന്ന് മണിക്കൂറാണ്. നമ്മുടെ കയ്യിൽ വിൽക്കാനുള്ളത് നമുക്ക് മണിക്കൂറാണ്. അപ്പോൾ മണിക്കൂറുകൾ നമ്മൾ മാക്സിമം നമ്മൾക്ക് വിൽക്കുക. എന്നിട്ട് ആ ഒരാഴ്ച നമുക്ക് എത്രത്തോളം ടൈം കിട്ടുന്നുണ്ട്, ഒരു ദിവസം എത്ര നമുക്ക് സമയം കിട്ടുന്നുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ അവർ നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി തയ്യാറായി. അവർ സെല്ല് ചെയ്യുന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു എമൗണ്ടിന് നമ്മൾ കൃത്യമായിട്ടുള്ള അസറ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, എപ്പോഴും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഈ അസറ്റുകൾ ഇപ്പോൾ നമുക്കൊരു ഇൻകം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിനെല്ലാം നമ്മൾ IT ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്യണം ഇരിക്കുന്നു. ഇപ്പോൾ ഒരു 20 lakhs മുകളിൽ നമുക്ക് ഇൻകം വന്നു തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും IT നമ്മൾ ഫയൽ ചെയ്യണം, GST ഫയൽ ചെയ്യണം. 20 ലക്ഷം താഴെയാണ് നമുക്ക് ആവശ്യമില്ല, അതിന്റെ മേളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫയൽ ചെയ്യണം. 18% അതിന് ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസേഴ്സിനോട് വാങ്ങിച്ചത്, നമ്മൾ ആരാണ് കസ്റ്റമർ അവരോട് വാങ്ങിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ അസറ്റുകളൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാം. ഒരുപാട് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ ചെറിയ വലിയ അസറ്റുകളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, കുറച്ചായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തു പോകാം. എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളൊരു കോൺട്രാക്ട് ലിസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വായിക്കണം. പല കമ്പനികൾക്കും ഒരു കോൺട്രാക്ട് ഉണ്ടാവും, അതായത് ഈ പറഞ്ഞ ഫ്രീലാൻസിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വായിക്കുക. വായിച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഒരുപാടെണ്ണം എടുക്കാതെ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഇനി ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കമ്പനികൾ, ട്യൂട്ടറിംഗ് പ്ലാറ്റ്ഫോം ഒരുപാടുണ്ട്, അതിൽ ഏതെങ്കിലും നല്ലൊരു ഒരെണ്ണം എടുക്കുക. യൂട്യൂബ് യൂട്യൂബ് എടുക്കുക, ഫേസ്ബുക്കിലും റവന്യൂ കൊടുക്കുന്ന ഫേസ്ബുക്ക് ആണെങ്കിൽ ഏതെങ്കിലും കൊണ്ടെടുക്കുക. ഒന്നിൽ നിങ്ങൾ തുടങ്ങുക ഫസ്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ റവന്യൂ പല മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡ് വരുമാനത്തിനും അല്ലെങ്കിൽ ഇന്നതിനും സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തേക്ക് ഫണ്ട് ലോഡ് ചെയ്യാം. അതുപോലെ എല്ലാ ക്ലയന്റിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ചാർജ് ഈടാക്കുക. ഓക്കെ, അപ്പോൾ ഒരു ക്ലയന്റിൽ നിങ്ങൾക്ക് ഒരു ഇത്ര എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ആ വരുമാനം നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ 1ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യണം. എന്തൊക്കെ എവിടെ പ്രശ്നമുണ്ടോ, ഞാൻ ചെയ്തൊക്കെ റൂട്ട് കറക്റ്റ് ആണോ, അതിന് അടുത്ത ദിവസം നമ്മൾ ഇതേപോലെ എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തു വെക്കണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് സെക്യൂർഡായിട്ട് മാറാൻ നമുക്ക് പറ്റും എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെയിം ടൈമിൽ 2 പരിപാടിയും സെയിം ടൈമിൽ ചെയ്യാമെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ 20 lakhs മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ GST ഫയൽ ചെയ്യാതിരിക്കാൻ മറക്കരുത്, കൃത്യമായിട്ട് ഫയൽ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാക്സ് കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും പറ്റും എന്നതിൽ തർക്കമൊന്നുമില്ല. സോ ഓർക്കുക, ഒരു വരുമാനം ഒരിക്കലും പോരാ. 2ാമത്തത് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ തുടങ്ങിയും വേണം. വരുമാനം ഒരിക്കലും പോരാ, 2ാമത്തെ വരുമാനം ഇന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ നല്ലൊരു ഐഡിയ നിങ്ങൾ കണ്ടെത്തുക. ഇതിൽ നിന്ന് ഇഷ്ടമായില്ലെങ്കിൽ ഒരുപാട് ഐഡിയകൾ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഐഡിയകൾ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്ലിക്ക് ആവും. സോ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ട്, അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.